ഹലോ എവരിവൺ, വെൽക്കം ടു A4 അടുക്കള. ഇന്ന് നമുക്ക് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. ഇതിനായി മീൻ നന്നായി ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാനായി നമുക്ക് അരപ്പൊക്കെ തേച്ച് വയ്ക്കാം. ഇതിൻ്റെ മസാലയ്ക്കായി തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചേക്കണം കേട്ടോ. നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായി അരപ്പ് തയ്യാറാക്കണ്ടേ. അതിനായിട്ട് മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ചെറുനാരങ്ങയൊക്കെ ഉള്ളവർ അതിൻ്റെ നീര് കൂടി ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ആ അരപ്പ് നന്നായിട്ടൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി കിട്ടും. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഫ്രൈ ചെയ്യാനായി ഇടാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഫ്രൈ ആക്കി എടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില, കൊച്ചുള്ളി എന്നിവയൊക്കെ ഒന്ന് ചേർക്കാം. നല്ലൊരു മണത്തിനും സ്വാദിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പിലയും കൊച്ചുള്ളിയൊക്കെ ഇടുന്നത്. മീൻ നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈക്ക് വേണ്ടുന്ന ഗ്രേവി ഉണ്ടാക്കാം. അതിനായി നമുക്കൊരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിക്കാൻ വയ്ക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ടിടാം. കൊച്ചുള്ളി കയ്യിലില്ലാത്തവർക്ക് സവാള ഇട്ട് ഇത് ചെയ്യാം. കൊച്ചുള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊച്ചുള്ളി എടുത്തത്. കൊച്ചുള്ളി നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് അല്പം ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നമുക്ക് അതിനകത്ത് ചേർക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റുക. ഇത് അത്യാവശ്യം ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കൊച്ചുള്ളിയൊക്കെ നിറം മാറി വരുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് ബ്രൗൺ നിറമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി കൂടി ചേർക്കാം. നമ്മൾ ഈ മസാലയിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ തക്കാളി ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് കുറച്ച് ഈർപ്പമൊക്കെ ഉണ്ടാവും. അത് ഈ മസാലയൊന്ന് സോഫ്റ്റ് ആക്കും. നമുക്ക് ഈ കൊച്ചുള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഇത് കുക്കാവും. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസൊക്കെ ഒന്ന് ചേർക്കാം. ഒരുപാട് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പൊടികളെല്ലാം ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റാം. ഇതെല്ലാം ചേർത്ത് വഴറ്റി നല്ലൊരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വാഴയിലയും വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു മീനിന് 2 വാഴയില പീസ് വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വാട്ടി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് കുറച്ച് മസാല ഇടുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വയ്ക്കുക. അതിൻ്റെ പുറത്തോട്ട് കുറച്ചുകൂടി മസാല ചേർത്തിട്ട് നമുക്ക് ആ വാഴയില നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം.
മീൻ വാഴയിലയിൽ പൊതിയുമ്പോൾ മീനോ അരപ്പോ ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ വേണം ഫോൾഡ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതൊരു ഇല കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും കൂടെ കവർ ചെയ്യുമ്പം അത് നല്ലതായിട്ട് സേഫായിട്ടിരിക്കും. നൂലോ വാഴനാരോ ഒക്കെ നമുക്കിത് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ മീൻ പൊതിഞ്ഞ ഇലപ്പൊതി, അത് ഇതിലേക്ക് വെച്ച് മൂപ്പിക്കുക. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടാം. നമ്മുടെ മീൻ പൊള്ളിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പൊതി തുറക്കുമ്പം തന്നെ നല്ല മണമാണ്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളതുപോലൊക്കെ ചേർക്കാം. മല്ലിയില ഇടണമെങ്കിൽ മല്ലിയില ഇടാം. പിന്നെ ചെറുനാരങ്ങ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.